2009 ഡിസംബർ 31 വ്യാഴാഴ്ച പുലർച്ചെ 4-നായിരുന്നു കരുനാഗപ്പള്ളി പാചകവാതക ടാങ്കർ ദുരന്തം. ദുരന്തത്തിന്റെ 16-ാം വർഷവും ദുരന്തം ഒരു നടുക്കുന്ന ഓർമ്മയാണ്. നാടിനെ നടുക്കിയ കരുനാഗപ്പള്ളി പാചകവാതക ടാങ്കർ ദുരന്തം നടന്നിട്ട് 16 വർഷം തികയുന്നു. 2009 ഡിസംബർ 31 വ്യാഴാഴ്ച പുലർച്ചെ 4-നായിരുന്നു ടാങ്കർ ലോറി കാറുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് ദാരുണമായ അപകടമുണ്ടാകുന്നത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ചവറ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തിയവരുൾപ്പെടെ 12 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 21 പേർക്ക് ഗുരുതര പരിക്കേറ്റു. നിരവധി കടകളും 50ഓളം ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും അഗ്നിക്കിരയായി. പുത്തൻതെരുവ് ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും സമീപത്തെ വീടുകൾക്കും കേടുപാടുകളുണ്ടായി. ദേശീയപാതയിൽ 10 മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നു. നീണ്ട 6.5 മണിക്കൂർ അക്ഷീണ പരിശ്രമത്തിനു ശേഷമാണ് തീയണയ്ക്കാനായത്. കായംകുളം അഗ്നിരക്ഷാ സേന ഓഫീസിലെ ഫയർമാൻ സമീർ, ചവറ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ചെറിയഴിക്കൽ ആലുമൂട് വീട്ടിൽ സുനിൽകുമാർ, കോൺസ്റ്റബിൾ ചവറ കോട്ടയ്ക്കകം വിളക്കാട്ട് വീട്ടിൽ പ്രദീപ് കുമാർ, പുത്തൻതെരുവ് വെസ്റ്റേൺ ഇന്ത്യ കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരും അസം സ്വദേശികളുമായ ദശരഥ ദാസ്, ടിങ്കുദാസ്, ആനേടി സ്വദേശി തുളസീധരൻ പിള്ള, ആയൂർ സ്വദേശി അഭിലാഷ്, കടത്തൂർ താഴെ കിഴക്കതിൽ നാസർ, കടത്തൂർ ബിൻഷാദ് മൻസലിൽ ബിജു, ചിറ്റുമൂല സജീവ് മൻസലിൽ റഷീദ്, കുലശേഖരപുരം പ്ലാവിളപ്പടിയിറ്റതിൽ അഷ്റഫ്, പുന്നക്കുളം വലിയത്ത് വീട്ടിൽ അബ്ദുൾ സമദ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിനിടെ മരണത്തിന് കീഴടങ്ങിയത്. CDNet ന്യൂസ്, ഓച്ചിറ.